വളരെ ശക്തമായി ഡെവലപ്പ് ചെയ്ത് വരുന്ന പ്രസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം മാനേജ്മെൻറ്റിൻ്റെ മൈൻഡ് സെറ്റിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിലും ആ ഷിഫ്റ്റ് തന്നെയാണ് ആ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ വിജയം കൊണ്ടു തരുന്നതും. അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ വലിയ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല മൂല്യമുള്ള ഒരു പ്രസ്ഥാനമായി ഉയരണമെങ്കിൽ ഇത് നടത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇത് ലീഡ് ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റിലും ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ഒരു 5 മാറ്റങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകുന്നത്. കാരണം മുൻ കാലഘട്ടങ്ങളിലെ സ്ഥാപനങ്ങൾ നോക്കിയാൽ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്നും നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്തിയാലാണ് ശരിക്കും ഓർഗനൈസേഷന് വലിയ സക്സസ് ഉണ്ടാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഈ ഹൈറാർക്കി കൺട്രോൾഡ് സിസ്റ്റം ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ടോപ്പ് ലെവലിൽ നിന്നും കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ. ഇന്നും ടോപ്പ് ലെവലിന് അതിൻ്റേതായ പ്രസക്തി ഉണ്ട്. പക്ഷേ അതോടൊപ്പം ഈ മാറ്റങ്ങൾ ഓർഗനൈസേഷനിൽ ആകെപ്പാടെ റിസൾട്ട് കൊണ്ടുതരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തെ മാറ്റം മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ടത് ഫ്രം പ്രോഫിറ്റ് ടു പർപ്പസ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം ഏതോ ഓർഗനൈസേഷൻ, തെറ്റില്ല. പക്ഷേ ഓൾഡ് മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫിഷ്യൻസി ഡ്രൈവ് പ്രോഫിറ്റ് എന്നുള്ളതായിരുന്നു. എഫിഷ്യൻസി ഡ്രൈവ്സ് പ്രോഫിറ്റ് ആൻഡ് അതുപോലെ നമ്മളെപ്പോഴും പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ബാക്കി അതിൻ്റെ കൂടെ വന്നോളും. പ്രോഫിറ്റ് ഫോക്കസ്ഡ് ആയാൽ മതി, ബാക്കി എല്ലാം അതിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു ചിന്ത. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ ചിന്താഗതി പർപ്പസ് ഡ്രൈവ് എവറിത്തിങ്. പർപ്പസ്, നമ്മുടെ സ്ഥാപനം എന്തിന് നിലകൊള്ളുന്നു, എന്താണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം, അതിൻ്റെ വിഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ ഗോൾ എന്താണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതെല്ലാവരും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അത് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നോളൂ. അപ്പോൾ പ്രോഫിറ്റിൽ നിന്നും പർപ്പസിലേക്കുള്ള മൈൻഡ് ഷിഫ്റ്റാണ് ഒന്നാമത്തത്. 2, ഫ്രം ഹൈറാർക്കി ടു നെറ്റ്വർക്ക്. മുൻ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് പീപ്പിളായിട്ടുള്ള ആൾക്കാർ മോൾത്തട്ടിലിരിക്കുന്നു. അവരേക്കാൾ ലെസ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യണമെന്ന് കൊടുക്കുന്നു, അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. നേരെ മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അവരുടേതായ കാഴ്ചപ്പാടുകളും തോട്ട് പ്രോസസ്സും ബിസിനസ്സിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. എല്ലാവരിലും അവരുടേതായ ഇൻസൈറ്റും സ്കില്ലും എല്ലാം ആവശ്യമാണ്. ഇത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന അവസ്ഥ മാറ്റി. അപ്പോൾ ഹൈറാർക്കിയിൽ നിന്നും നെറ്റ്വർക്കിലേക്കുള്ള മൈൻഡ് ഷിഫ്റ്റാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഫ്രം കൺട്രോളിങ് ടു എംപവറിങ്. ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ മുമ്പുണ്ടായിരുന്ന ആളുകൾ ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ഒരു മാനേജർ അല്ലെങ്കിൽ ലീഡർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ നിന്ന് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് അങ്ങനെ മാത്രം പ്രവർത്തിക്കുക. ഇന്ന് അങ്ങനെയല്ല, ടീമിലുള്ളവരെ ശാക്തീകരിക്കണം. നമ്മുടെ അസാന്നിധ്യത്തിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ടീമിലുള്ളവർ അതിനുവേണ്ടി പ്രാപ്തരായിരിക്കണം. അവരെ എംപവർ ചെയ്യുന്നതിലാണ് ഇന്നത്തെ പ്രസക്തി. അപ്പോൾ കൺട്രോളിങ് ടു എംപവറിങ് ആണ് മൂന്നാമത്തെ മൈൻഡ് ഷിഫ്റ്റ്. 4, ഫ്രം പ്ലാനിങ് ടു എക്സ്പെരിമെൻറ്റേഷൻ. ഓൾഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നെല്ലാം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം, അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക. നല്ല ചിന്താഗതി തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എക്സ്പെരിമെൻറ്റേഷനാണ് ആവശ്യം. നമുക്കറിയാൻ പാടില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്ത് നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇഴുകിച്ചേരാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആ എക്സ്പെരിമെൻറ്റേഷന് പ്രസക്തി കൂടുതൽ കൊടുക്കണം. അപ്പോൾ പ്ലാനിങ്ങിൽ നിന്ന് എക്സ്പെരിമെൻറ്റേഷനിലേക്കാണ് ഇന്നത്തെ മൈൻഡ് ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5ാമതും അവസാനമായും പറയാനുള്ള മൈൻഡ് ഷിഫ്റ്റ് ഫ്രം പ്രൈവസി ടു ട്രാൻസ്പെറൻസി. പണ്ട് കാലത്തെ ചിന്താഗതി നോളജാണ് പവർ, അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഐഡിയാസ്, ഡാറ്റ, ഇൻഫർമേഷൻ ഇത് നമ്മുടെ മാത്രമാണ്, ആരിലേക്കും എത്തരുത് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നത്തെ ചിന്താഗതി ഷെയറിംഗ് ആണ് പവർ എന്നുള്ളതാണ്. നമ്മൾ ഷെയർ ചെയ്യുക, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മുടെ കൂടെയുള്ളവരെ, മറ്റുള്ള ആൾക്കാരെ, അവർ തീർച്ചയായും നമ്മളിലേക്ക് എത്തും. ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇന്ന് ഓർഗനൈസേഷൻസ് മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെയൊക്കെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഷിഫ്റ്റിന് നിങ്ങൾ തയ്യാറാണ്? നമ്മളിന്ന് പറഞ്ഞ ഈ 5 മൈൻഡ് ഷിഫ്റ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോഫിറ്റിൽ നിന്നും പർപ്പസിലേക്കുള്ള മൈൻഡ് ഷിഫ്റ്റ്, ഹൈറാർക്കിയിൽ നിന്ന് നെറ്റ്വർക്കിലേക്കുള്ള മൈൻഡ് ഷിഫ്റ്റ്, കൺട്രോളിങ്ങിൽ നിന്ന് എംപവറിങ്ങിലേക്കുള്ള മൈൻഡ് ഷിഫ്റ്റ്, പ്ലാനിങ്ങിൽ നിന്നും എക്സ്പെരിമെൻറ്റേഷനിലേക്കും, ഫൈനലി പ്രൈവസിയിൽ നിന്നും ട്രാൻസ്പെറൻസിയിലേക്കും. ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റിലെ ഷിഫ്റ്റ് തന്നെയാണ്. ആ ഒരു മൈൻഡ് ഷിഫ്റ്റ് തന്നെയാണ് ഓർഗനൈസേഷന് ഗ്രോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഇത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുക. താങ്ക് യു.